മിക്കവാറും കുടുംബങ്ങളിലൊക്കെ 4:30 ആകുമ്പോഴത്തേക്കും 4 മണി കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കണി കാണാനും ഉള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കും. ഏകദേശം ഒരു 9:30 10 മണി വരെയെങ്കിലും വിഷുക്കണി അതുപോലെ തന്നെ അവിടെ സൂക്ഷിക്കപ്പെടുന്നു. 10 മണി വരെ വിളക്കും കത്തി നിൽക്കണം. കാരണം ഈ വിഷ്കൈനീട്ടമൊക്കെ കഴിഞ്ഞു നേരെ ആ ഓട്ടപ്രദർശനത്തിനിടയ്ക്ക് വിളക്ക് കെടുത്തി പോകാൻ നിൽക്കണ്ട, നിറച്ച എണ്ണ ഒഴിച്ച് അവിടെ നിൽക്കട്ടെ. അത് ഏകദേശം ഒരു 10 മണി വരെ ആ വിഷു കണി ഒരുക്കിയ ആ സാന്നിധ്യം, ആ സങ്കേതം അതേപോലെ തന്നെ ഒരു 10 മണി വരെയെങ്കിലും നിലനിർത്തുന്നത് കുടുംബത്തെ സ്ത്രീത്വമാണ്. കാരണം ഇത് കഴിയാൻ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ഇത് മാറ്റുകയല്ല വേണ്ട, ഒരു 10 മണി വരെയെങ്കിലും. അതിനിടയ്ക്ക് നമ്മൾ ആർക്കെങ്കിലും വിഷ്കൈനീട്ടം കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്, വെളിച്ചായിട്ടാണ് വന്നത്. ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരാൾ വന്നു, പാലും കൊണ്ട് വരുന്ന ആൾ വന്നു, നമ്മൾ 100 രൂപ കൊടുക്കണം. നമ്മൾ ആ സദസ്സിൽ, അതായത് ആ ഭഗവത് സ്വരൂപത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ കൊടുക്കുക. ഇതെല്ലാം ഭഗവാൻ കാണുന്ന ഒരു ദാനവും കൂടെയാണല്ലോ. നമ്മൾ കൊടുക്കുന്ന സമ്പത്തിന്റെ ദാനങ്ങളാണ് അതൊക്കെ. ആ 10 മണി വരെ നമ്മൾ വരുന്ന ആർക്കെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ചെറിയച്ഛൻ്റെ മോൾ അപ്പുറന്ന് വന്നു, ആ മോക്ക് കൊടുക്കുന്നതും അതിൻ്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതുകൊണ്ട് ഒരു 10 മണി വരെ ആ ഒരുക്കുന്നതെല്ലാം അതേപോലെ നിലനിർത്തുകയും 10 മണി വരെ കെടാവിളക്കായിട്ട് അത് ഉപയോഗിക്കുക. അന്ന് മുഴുവൻ കെടാവിളക്ക് ഭഗവാന്റെ മുമ്പിൽ വെക്കാമെങ്കിൽ ഇതിപ്പരം അവസ്ഥ, ഗംഭീരാവസ്ഥ വേറെ ഒന്നുമില്ല. ഞാൻ അത്രയും പറയുന്നില്ല. 10 മണി വരെയെങ്കിലും കണി കണ്ടതിന് ശേഷം അത് അതേപടി നിലനിർത്താമെങ്കിൽ വളരെ നല്ലതാണ്.